മോർണിംഗ്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ എനിക്ക് പല്ല് തേക്കാൻ പോകും. അപ്പോൾ കടൽക്കറി കേട്ടോ, കഴിക്കട്ടെ. എല്ലാവരും കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചില്ലെങ്കിൽ കാപ്പി എല്ലാവരും എടുത്ത് വെക്കാം, വരും ചെയ്യും. കാപ്പി കുടിക്കണ്ടേ? രാവിലത്തെ വീടുകളും നല്ല അതുകൊണ്ട് തന്നെ വെയിലത്ത് ഈ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഉച്ച വരുന്നത് പറഞ്ഞ് പോകേണ്ടി വരും. കഴിക്കണം കേട്ടോ. വഴക്കുണ്ടാക്കി നിങ്ങൾ വെയിൽ കൊള്ളാൻ പോവാം. ഓക്കെ, ഇവിടെ ഇനിയിപ്പം ഞാൻ വഴക്കുണ്ടാക്കി ഉറക്കുക. അവിയൽ വെച്ചു രാവിലെ, ചാറമ്മ വന്നിട്ട് രസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ കടലക്കറിയും കരിപ്പും ഇപ്പം തൂത്തുവാരി തുറച്ചൊക്കെ അപ്പോൾ പിന്നെ കാണാം ഗൈസ്. അപ്പം സമയം ഏകദേശം 10:30 ആയില്ലേ. ഇനി അവിയൽ അമ്മ വെച്ചിട്ടുണ്ട്. അപ്പം ചാറൊന്നുമില്ല. അമ്മ വന്നിട്ട് രസം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഞാൻ രസം ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ ഉള്ള കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ. കഷ്ണം ഏകദേശം മുറിച്ച് വെച്ചായിരുന്നു. അപ്പോൾ കൊച്ചു വഴക്കുണ്ടാക്കി ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇത് സവോളയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, മത്തങ്ങയുണ്ട്, പയറുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ കുറച്ച് ഗ്യാസ് ഇല്ലാത്ത കുറച്ച് പരിപ്പുണ്ട്, അത് കുറച്ചിടാം. അപ്പം കൊഴുപ്പ് കിട്ടും. പരിപ്പ് ഇതാണ് ഗ്യാസ് ഇല്ലാത്ത പരിപ്പ്. അത് കുറച്ച് വെള്ളത്തിട്ട് വെക്കാം, അപ്പം ശരിയായിക്കോളും. ആ തൂത്തുവാരാനൊക്കെ കിടക്കും. ഇനി ഇതൊക്കെ കഴുകി കുക്കറിൽ ആദ്യം വേവിക്കാൻ വെക്കാവേ. തക്കാളി അരിഞ്ഞില്ലായിരുന്നു, തക്കാളിൻ്റെ കൂടെ തക്കാളി വരണ്ടേ ഉള്ളൂ. ഇച്ചിരി പുളിയും കൂടി പിടിച്ചിട്ടുള്ളത് ശരിയായി കിട്ടില്ല. മുളക് അരിഞ്ഞിട്ടുണ്ട്.
വെച്ചു. ഇത്രയും കഷ്ണം ഇട്ട് മതി ധാരാളം. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകിയതാട്ടോ, അതിൽ നിന്നാണ് ഞാൻ മുറിച്ചെടുത്തത് എല്ലാം. ഇനി നമുക്ക് കുക്കർ വേവിക്കാം. കുക്കർ വേവിക്കാം. അത് നമുക്ക് പരിപ്പ് വെള്ളത്തിയിട്ടത് ഇടാവേ. അപ്പം ഞാൻ സാമ്പാർ വേവിക്കാൻ വെക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത സീൻ വെക്കാം. ഓക്കെ. അപ്പം ഞാൻ സാമ്പാർ വേവിക്കാൻ വെക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത സീൻ വെക്കാം. ഓക്കെ. ഹലോ. അപ്പം ഇപ്പോൾ കൊച്ചുകിടന്ന് ഭയങ്കര കാർച്ചങ്ങി, അവനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കി അടുത്ത പണിക്ക് പോകുമ്പോൾ കാണാം. ഇപ്പോൾ ഉണ്ണീനെ കുളിപ്പിച്ചില്ല. അത് ഞാൻ ഓർത്തു തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കുളിക്കാൻ കയറണം, പിന്നെ അത് അവർക്ക് നനച്ചോളുമല്ലോ. അപ്പം ഞാൻ തുണി നട്ടാം കേട്ടോ. എൻ്റെ വെയിറ്റ് 1 കിലോ നമ്മൾ തുറന്ന് മറ്റേ ഇവിടെ ഇത് വയ്ക്കും. ഇതാട്ടോ ഇവിടെ മെഷീനകത്ത് ഉപയോഗിക്കുന്ന ലോഷൻ. അതിനൊരു കപ്പോൾ മതി കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് സ്റ്റാർട്ട് കൊടുത്തതിന് അവിടെ നിന്ന് ഇതായിക്കോളും. എക്സ്പ്രസ് വാഷർ കൊടുത്തത് വേഗം സെറ്റായിക്കോളും. ഇനി അത് അവിടെ ഇരുന്ന് ഒന്നും ചെയ്യേണ്ട, മൊത്തം അലക്കോളും. ഇനി കൊച്ചിനെ കുളിപ്പിക്കാൻ പോയിട്ട് കേട്ടോ. അപ്പോൾ തൂക്കലും എല്ലാം കഴിഞ്ഞു, തുടച്ചിട്ടു, കറി സാമ്പാറായി. ഇനി വാഷിംഗ് മെഷീനപ്പോഴത്തേക്കും തുണിയിൽ അലക്കി സെറ്റായി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വലിച്ചിടണം. പിന്നെ എനിക്കൊന്ന് പറ്റിയാൽ കൊച്ചെണീറ്റില്ലെങ്കിൽ അതിന് വേണ്ടി കുളിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് ഭയങ്കര വിശപ്പ്. കുറച്ച് ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ വെച്ചു. കുടിക്കട്ടെ. ചായ ഉറക്കം വരാൻ തുടങ്ങി. ഉമ്മയ്ക്കാണെങ്കിൽ മക്കളൊന്നുമില്ല. ഞാനങ്ങ് ഓർത്താണ് ഞാൻ വിളിക്കുന്നത്. കുറച്ച് നേരം ടി വി കാണാം. കുറച്ചിവിടെ കിടന്നല്ല ഉറങ്ങും. പിന്നെ അവിടെ പോയിക്കണം പറഞ്ഞാൽ ശരിയാവില്ല. 1 മണിയാകാറായി. ചോറൊക്കെ ഉണ്ടോ? എന്താന്ന് കറിയൊക്കെ എല്ലാവർക്കും. നമുക്കിന്നിവിടെ സാമ്പാർ, അവിയൽ, പിന്നെ ചീരയും ചക്കക്കുരും തോന്നിട്ടുണ്ട്. രാവിലത്തെ അപ്പത്തിൻ്റെ കടൽക്കറിയുടെ ഇച്ചിരി കഴിക്കും. അപ്പം ഇനി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ ഹോം സ്റ്റേയിൽ ഗസ്റ്റ് വരും, പിരിച്ചിടണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വിളിച്ചു. ഞാൻ വിരിക്കാൻ പോകട്ടോ. അതിലേക്കൂടെ നടത്താൻ വരെ പേടിയാണ്, കാരണം വെയിലായതുകൊണ്ട് പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയില്ലല്ലോ. അതുകൊണ്ട്
നടക്കാൻ ഭയമാണ് ഭയം. ചൂടായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലത്തും തന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടല്ലോ. കണ്ടവിടെ ഗസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ട് ഇപ്പോൾ ഹോം സ്റ്റേ വന്നു. ഇനിയിപ്പം ഹോം സ്റ്റേ ഒന്ന് വൃത്തിയാക്കിയിട്ടതായിരുന്നു, പക്ഷേ മൊത്തം പൊടിയാണ്. ഒന്നും കൂടെ തുടയ്ക്കണം. ഇതുണ്ടോ കിടക്കുന്നുണ്ടോ? എല്ലാം ഇവിടെയൊക്കെ കിടക്കുക. ഇനി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ തുടയ്ക്കലും പാലിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് വിരിക്കണം. തുടച്ചിട്ട് കാണിച്ചു കേട്ടോ. ഹോം സ്റ്റേയുടെ പേര് മിറാക്കിൾ വാലി ഹോം സ്റ്റേ എന്നാണ് കേട്ടോ. ബാൽക്കണി ക്ലീനിങ്ങും പിരിക്കലും എല്ലാ റൂമിലും സെറ്റായി. ഇനി അപ്പുറത്തെ റൂമിലോട്ട് പോകാം. അതെ, കണ്ടായി വിരിച്ചേക്കുന്നത് ഇത് ബാൽക്കണി റൂം. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഇത് സിറ്റ് ഔട്ട്, ഇവിടെ ബാത്റൂം. ഇവിടെ കഴിഞ്ഞ് കിച്ചനായിട്ട് ഉറക്കുക. 4 മണിയൊക്കെ ഇപ്പോൾ ഇട്ടിരിക്കുക. ചോറ് വരെയൊക്കെ തുറക്കാനായിട്ട് വ്യക്തിഗത വീഡിയോ കൊണ്ടുവന്നവരെ Throw off the rules like our shoes on